അയ്യപ്പെട്ട ത്രിതല തെരഞ്ഞെടുപ്പിൻ്റെ ഫലം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൻ്റെ ഫലം ഏറെക്കുറെ വന്നു കഴിഞ്ഞു. മൊത്തത്തിലൊരു യു ഡി എഫിന് അനുകൂലമായ ഒരു തരംഗമാണ് കാണുന്നത്. നമുക്കറിയാം ഈ ഇലക്ഷൻ്റെ അവസാന ഒരു 10-12 ദിവസം എൽ ഡി എഫ് ഉയർത്തിക്കാണിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ സ്ത്രീപീഡനവും ബലാത്സംഗവും കാര്യങ്ങളായിരുന്നു. എന്നാൽ അതിനെല്ലാം ജനങ്ങൾ തള്ളിക്കളയുന്ന ഒരു വിധിയാണ് ഉണ്ടായത്. മാത്രമല്ല ശബരിമല സ്വർണ്ണക്കൊള്ള എടുത്തു പറയേണ്ടതാണ്. സി പി എമ്മിൻ്റെ 2 പ്രമുഖ നേതാക്കളായ വാസുവും പത്മകുമാറും ജയിലിൽ കിടക്കുന്നു. അത്തരത്തിലുള്ള വിഷയങ്ങൾ പോലും സി പി എം ബോധപൂർവം പ്രചാരണത്തിന് മുഖ്യ വിഷയമാവാതിരിക്കാൻ പരമാവധി ശ്രദ്ധിച്ചെങ്കിലും അതിനെല്ലാം ഒരു കനത്ത പ്രഹരമായിട്ട് വേണ്ടേ നമുക്ക് ഈ സി പി എമ്മിന് കിട്ടിയ കനത്ത പ്രഹരമായിട്ട് വേണ്ടേ ഈ ഫലത്തെ നമ്മൾ വിലയിരുത്താൻ? തുഫേല് പറഞ്ഞ വളരെ കറക്റ്റാണ്. ഒരു കനത്ത പ്രഹരമാണ് ഈ ഭരണത്തിനെതിരെ ഉണ്ടായിട്ടുള്ളത്. സാധാരണ ഇങ്ങനെ തുടർച്ചയായിട്ട് 2 തവണ ഭരണത്തിൽ ഇരിക്കുമ്പോൾ ആൻറ്റി ഇൻകംപൻസി ഫാക്ടർ ഉണ്ടാകുന്ന സ്വാഭാവികമാണ്. അങ്ങനെയെങ്കിൽ ബീഹാറിൽ എന്തുകൊണ്ട് വന്നു എന്നൊരു ചോദ്യം ഇവിടെ ഉണ്ടാവും. അവിടെ ബി ജെ പി മറ്റൊരു ഫാക്ടറാണ്. അതുകൊണ്ടാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ കോൺഗ്രസ് പോലും ഒരിക്കലും ധരിക്കാത്ത രീതിയിൽ ഒരു നല്ല വിജയമാണ്. നേതാക്കൾ പോലും, അതായത് തിരുവനന്തപുരം കോർപ്പറേഷനിൽ പോലും ഈ ഇത്രയും വിജയം കോൺഗ്രസിന് ഉണ്ടായപ്പോഴും ചില ബൂത്തുകളിൽ ഇരിക്കാൻ കോൺഗ്രസിന് ആള് പോലും ഉണ്ടായിരുന്നില്ല എന്നുള്ള സത്യമാണ്. എങ്കിലും ഈ പറയുന്ന രീതിയിൽ ഒരു ആൻറ്റി ഇൻകംപൻസി ഫാക്ടർ ഉണ്ടായിരിക്കുന്നത് കാര്യം ബി ജെ പിയുടെ വിജയം നമുക്ക് മാറ്റി നിർത്താം. കോൺഗ്രസ് എപ്പോഴും അങ്ങനെയാണ്. കോൺഗ്രസ് വിചാരിക്കാത്ത സമയത്ത് കോൺഗ്രസിന് ചിലപ്പോൾ ഒരു ഹൈപ്പ് ഭയങ്കരമായിട്ടുണ്ടാകും. അങ്ങനെയാണ് അവർ ഇതുവരെ വന്നിട്ടുള്ളത്. കഴിഞ്ഞ ഭരണം അവർക്ക് കിട്ടുമെന്ന് അവർ വിചാരിച്ചു. പക്ഷേ എന്തുകൊണ്ടോ പിണറായി വിജയന് അന്ന് ഈ നിപ്പയും കോവിഡും ഒക്കെ വന്ന സമയത്ത് അവർ ചെയ്തിരുന്ന ഒരു പ്രവർത്തനങ്ങളുടെ ഒക്കെ ആയിരുന്നു. പക്ഷേ ഇവിടെ ഉണ്ടായിരിക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ ഇലക്ഷൻ സ്ട്രാറ്റജി, ഇദ്ദേഹം ഒരു ഭയങ്കര ഒരു ഇലക്ഷൻ സ്ട്രാറ്റജിക്ക് അങ്ങനെയുള്ളൊരു ഇലക്ഷൻ ശാസ്ത്രജ്ഞൻ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് പിണറായി വിജയൻ. അപ്പോൾ അദ്ദേഹം അങ്ങനെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് നടത്തിയ നീക്കങ്ങൾ, ഈ പെൻഷൻ വർദ്ധിപ്പിച്ചത് അത്തരത്തിലൊരു ഗുണ്ടായിരുന്നു. ഈ 48 ലക്ഷത്തിലധികം വോട്ടായി മാറുമെന്ന് കരുതിയിരുന്നു. 2 തുഫേൽ പറഞ്ഞ പോലെയുള്ള ഈ സ്വർണ്ണക്കൊള്ള വിവാദം എന്ന് പറയുന്നത് ചില്ലറ സംഗതിയല്ല എന്ന് കേരളത്തിന് മനസ്സിലായി. അതിന്റെ ഏറ്റവും വലിയ കാര്യം ഇനി വരാൻ പോകുന്നത് SIT ഇനി ഇലക്ഷൻ്റെ ഹൈക്കോടതിക്ക് റിപ്പോർട്ട് കൊടുക്കില്ല. അത് 1 മാസത്തിനുള്ളിൽ ഉണ്ടാവും. അപ്പോൾ എനിക്കൊന്ന് ജനുവരി ഒരു പകുതി അല്ലെങ്കിൽ ജനുവരി പകുതി മുമ്പ് ഉണ്ടാവും. തീർച്ചയായിട്ടും ആ റിപ്പോർട്ടിൽ സ്വാഭാവികമായിട്ടും സർക്കാരിനെതിരെയും ദേവസ്വം ബോർഡിനെതിരെയും ഗുരുതരമായ പരാമർശങ്ങൾ ഉണ്ടാവും. അത് വീണ്ടും അത് LDF അതായത് CPM ഒരു പ്രഹരം കുറ്റിക്കറ്റ് അടിക്കാനുള്ള പരാമർശങ്ങൾ ഉണ്ടാവാൻ സാധ്യതയില്ലേ? തീർച്ചയായിട്ടും. അതായത് തുഫേൽ പറഞ്ഞ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇനി വരാൻ പോകുന്ന തുഫേൽ കുറച്ചു മുമ്പ് നമ്മൾ സംസാരിച്ചപ്പോൾ നമ്മൾ വെറുതെ സംസാരിച്ച സമയത്ത് കഴിഞ്ഞ തവണ ഇതേപോലെ 2020 നടന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ 99 അതായത് മൊത്തം വാർഡുകൾ, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, ബ്ലോക്ക്, ജില്ല ഇതെല്ലാം വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ 99 സീറ്റ് അസംബ്ലിയിലേക്ക് ആ വോട്ടുകൾ അസംബ്ലിയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 99 സീറ്റിന്റെ മെജോറിറ്റി ആണ് മറ്റേ സെമി ഫൈനൽ എന്ന് വിശേഷിപ്പിക്കുമ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഇലക്ഷൻ അന്നുണ്ടായത്. അതെ, അതേ 99 സീറ്റ് തന്നെ 2021 നിയമസഭയിലേക്ക് വരുമ്പോൾ 99 സീറ്റ് LDF കിട്ടുകയും ചെയ്തു. അതേപോലെ ഇപ്പൊ UDF കിട്ടിയിരിക്കുന്ന ഈ സീറ്റ്, ഈ പറയുന്ന അത്രയും തന്നെ സീറ്റ് അവർക്ക് കിട്ടും. അവർക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ തന്നെയാണ് ഷുവറാണ്. അപ്പൊ ഇപ്പൊ മുരളീധരന്റെ ഒരു പ്രസ്താവന വന്നിട്ടുണ്ടായിരുന്നു. ഇത് ഈ സ്വർണ്ണക്കൊള്ള വിവാദത്തിന്റെ കാര്യം ഒരു കാര്യമാണ്, കോൺഗ്രസ് മുന്നേറ്റത്തിന്റെ കാര്യമാണെങ്കിലും CPM-ഉം BJP-യും തമ്മിൽ ഉള്ള ടൈപ്പ്, അതായത് PM ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ട മുതൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ നരേന്ദ്രമോദിയുമായിട്ടുണ്ടാക്കിയുള്ള അടുപ്പം, ഉണ്ടായിട്ടുള്ള അടുപ്പം, അതുകൊണ്ടാണ് ആ CPM വോട്ടുകൾ തന്നെ ആണ് BJP-ക്ക് പോയത്, RSS-ന് പോയതെന്ന് അദ്ദേഹം പറയുമ്പോഴും കോൺഗ്രസിൽ നിന്നും വോട്ട് BJP-ക്ക് പോയിട്ടുണ്ട്, CPM-ൽ നിന്നും വോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഇനി വരാൻ പോകുന്ന 3 മാസം പിണറായി വിജയനെ സംബന്ധിച്ചും CPM-നെ സംബന്ധിച്ചും ക്രൂഷ്യലാണ്, നിർണായകമാണ്. രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത് ഇനി ഈ പറയുന്ന ഒരു സ്നേഹം കേരളത്തിൽ വിശിഷ്യ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനോട് ഉണ്ടാകണമെന്നില്ല. നമ്മൾ ഈ സംസാരിക്കുന്ന അവസരത്തിൽ CPM-ന്റെ ജില്ലാ സെക്രട്ടറി V. ജോയി ഇപ്പോൾ മാധ്യമങ്ങളോട് സംസാരിക്കുന്നുണ്ട്. ഇനി എത്ര മെഴുകി വാരിയിരുന്നാലും അവരുടെ സംഘടനാ തലത്തിൽ പാർട്ടിക്ക് ഉണ്ടായിട്ടുള്ള ഒരു അപച്യുതി, അവർക്കുണ്ടായിട്ടുള്ള മൂല്യച്യുതി, അത് തന്നെയാണ് ഇവിടുത്തെ അവരുടെ തോൽവിക്ക് കാരണം. അപ്പോൾ കോൺഗ്രസിന്റെ കാര്യം പറയുമ്പോൾ കോൺഗ്രസ് 4-5 കോർപ്പറേഷനുമാണ് പിടിച്ചിരിക്കുന്നത്. 4 ഇപ്പോൾ മറ്റേ കോഴിക്കോട് ചെറിയ മാർജിനിലാണ്. കോഴിക്കോട് നമ്മൾ വന്നിട്ടുണ്ട്. അതായത് ഓരോ ജില്ല, ഇപ്പൊ മുരളീധരനെ തിരുവനന്തപുരം ജില്ല ഏൽപ്പിച്ച പോലെ
ഓരോ ജില്ലയും ഏൽപ്പിച്ച കോൺഗ്രസ് ഇപ്പൊ പഴയ സതീഷിനായിരുന്നു കൊച്ചിയിൽ ചാർജ്, രമേശ് ചെന്നിത്തലക്കായിരുന്നു കോഴിക്കോടത്തെ ചാർജ്, മുരളീധരനായിരുന്നു തിരുവനന്തപുരത്തെ ചാർജ്. പഴയതുപോലെ അല്ല. അതായത് നമ്മുടെ ഈ കോൺഗ്രസിന്റെ നേതൃത്വത്തില് ഒരു സുനിൽ കനകോലുവിനെ കൊണ്ട് ഒരു സ്ട്രാറ്റജി ഉണ്ടാക്കിയല്ലോ, അത് ഈ ചില ജനങ്ങളെ ആകർഷിക്കാൻ കഴിവുള്ള ചില നേതാക്കളെ ഇവർ ഇറക്കണമെന്ന് പറഞ്ഞു. പക്ഷേ സുനിൽ കനകോലുയുടെ റിപ്പോർട്ടിൽ പറഞ്ഞത് LDF-ന് ഭരണം കിട്ടുന്ന രീതിയിലാണ് നേരിയ ഭൂരിപക്ഷം, ഒരു ഞാൻ പറയുന്നത് 28-75 വ്യത്യാസത്തിൽ അദ്ദേഹത്തിന്റെ പറച്ചില് ഒരു വാക്കാണ് ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിച്ചത്. അതായത് നേതാക്കളെ ഇറക്കി, ജനങ്ങളെ, പഴയ നേതാക്കളെയും പുതിയ കോൺഗ്രസ് നേതാക്കളെയും ഇറക്കി നിങ്ങൾ സംസാരിച്ചാൽ നിങ്ങൾക്ക് ആളെ കൂട്ടാൻ കഴിയും എന്നൊരു വർത്തമാനം പറഞ്ഞു. അതുപോലെ രമേശ് കൊല്ലത്ത് എവിടെയൊക്കെ സംസാരിച്ചോ അവിടെയൊക്കെ തന്നെ നല്ല ജനമായിരുന്നു എന്നാണ് പറയുന്നത്. ഇതിൽ തുഫേൽ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം, തിരുവനന്തപുരം BJP കൊണ്ടുപോയി വെക്കുക, പോട്ടെ, കൊല്ലം CPM-ന്റെ കോട്ടയല്ലേ, അവിടെ എന്താ പറ്റിയത്? അവിടെ കോൺഗ്രസ് വന്നിരിക്കുന്നത്. ശരിയാണ്. ഇപ്പൊ ചേട്ടൻ പറഞ്ഞ പോലെ ഈ വടക്കൻ കേരളത്തിലൊക്കെ മുസ്ലിം വോട്ടുകളുണ്ടല്ലോ, മുസ്ലിം വോട്ടുകളൊക്കെ UDF-ന് പോൾ ചെയ്തിട്ടുണ്ട്, അത് കിട്ടും. അപ്പോൾ ഞാൻ പറയുന്നത് ഇവരിപ്പോ ഈ കഴിഞ്ഞ ഒരാഴ്ചയിലേക്ക് 10 ദിവസമായിട്ട് പിണറായി വിജയനായാലും CPM-ന്റെ നേതാക്കളായാലും ഉയർത്തിക്കൊണ്ടിരുന്ന ജമാഅത്ത് ഇസ്ലാമി UDF ബന്ധം പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ CPM-ന് അത് പറയാനുള്ള ധാർമ്മികമായ അവകാശമില്ല. കാരണം കഴിഞ്ഞ ദിവസം 2 ദിവസം മുമ്പ് സതീശൻ പറഞ്ഞ പോലെ 45 വർഷത്തോളം ഈ പറഞ്ഞ ജമാഅത്ത് ഇസ്ലാമി വെൽഫെയർ പാർട്ടി രൂപീകരിച്ചിട്ട് 10-12 വർഷമായിട്ടുള്ളത്. ഈ ജമാഅത്ത് ഇസ്ലാമിയുടെ പിന്തുണ കാലങ്ങളായി ലഭിച്ചത് LDF-നാണ്, വിശിഷ്യ പറയുകയാണെങ്കിൽ CPM-നാണ്. അപ്പൊ ഇവര് ജമാഅത്ത് ഇസ്ലാമിനെ ഇനി പറയാൻ പോകുന്ന വർഗീയ ശക്തികളെ കൂട്ടുപിടിച്ചുള്ള വിജയം എന്നായിരിക്കും അല്പസമയത്തിലങ്ങ് MP ഗോവിന്ദമാഷും പിണറായി വിജയനൊക്കെ സ്വാഭാവികമായിട്ടും പറയാൻ സാധ്യത. ധാർമ്മികമായി അവർക്ക് പറയാനുള്ള അവകാശമില്ല. ഇപ്പൊ കിട്ടാത്ത മുന്തിരി പുളിക്കും, അതാ ആ ലൈനാണ്. അല്ല, അന്ന് കിട്ടിയപ്പോ വാങ്ങിയിരുന്നല്ലോ. ദേശാഭിമാനി മുഖപ്രസംഗം എഴുതി, മറ്റേ ദേശീയ അന്തർദേശീയ വിഷയങ്ങളിൽ കൃത്യമായ നിലപാടുള്ള സംഘടനയാണ് ജമാഅത്ത് ഇസ്ലാമി എന്ന് പറഞ്ഞ ആൾക്കാരാണ് പിണറായി വിജയൻ. അതെ. അപ്പൊ നമ്മൾ ഇതിൽ മനസ്സിലാക്കാനുള്ളത്, കോൺഗ്രസിലെ നേതാക്കൾ പോലും ഒരിക്കലും, വിശേഷിച്ച് അവർ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല അവർക്ക് ഇത്രയും വിജയം ഉണ്ടാകുന്നത്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഭരണത്തിനെതിരെ അതിഭീകരമായ, അതായത് ഏകാധിപത്യം, പിണറായി വിജയൻ എന്ന് പറയുന്ന ഏകാധിപതികളെ, മുഖ്യമന്ത്രി പിണറായി വിജയൻ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഏകാധിപത്യത്തിനെതിരെയുള്ള കൂട്ടമായ ജനവിധിയാണ് ഗ്രാമപഞ്ചായത്ത് മുതൽ ത്രിതല പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത്, അവിടെ നിന്ന് ഇവിടെ കോർപ്പറേഷൻ വരെ ഉണ്ടായിരിക്കുന്നത്. ഇപ്പൊ തുഫേൽ പറഞ്ഞ പോലെ അവരുടെ സ്വന്തം സ്ഥലങ്ങളായ കോഴിക്കോട്, കണ്ണൂര്, അല്ലെ, കൊല്ലം, ഇപ്പൊ അവസാനം തിരുവനന്തപുരം, ഇവിടെ എല്ലാം തന്നെ. കാര്യം ഇവരുടെ അപ്രമാദിത്വത്തിന്റെ കെട്ടടങ്ങലാണ് ഇവിടെ നമ്മൾ കാണുന്നത്. ഇത് കേരളമാണ്, അത് ഇവർ മനസ്സിലാക്കണം. ഇത് ചൈനയല്ല, പോട്ടെ, റഷ്യ പോയി, സോവിയറ്റ് യൂണിയൻ പോയി, ഇത് ചൈനയല്ല എന്ന് ബഹുമാനപ്പെട്ട കഴിഞ്ഞ തവണ 2020 ജില്ലാ പഞ്ചായത്തിലേക്കൊക്കെ നടക്കുന്നത് കൃത്യമായിട്ട് പൊളിറ്റിക്കൽ വോട്ടിംഗ് ആണെന്നാണ് പൊതുവെ രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത്. ഇപ്പൊ നോക്കിയാന്നില്ല, അന്ന് 1-2 സീറ്റ് 2 ജില്ലാ എറണാകുളവും മലപ്പുറം ഒഴിച്ച് ബാക്കി എല്ലാ ജില്ലാ പഞ്ചായത്തുകളിലും LDF-ന് വ്യക്തമായ മേൽക്കൈയുണ്ടായിരുന്നു. ഇത്ര നോക്കിയാൽ മതിയില്ല. അതായത് തുഫേൽ, ഇതിനകത്ത് നമ്മൾ ഈ പറയുന്ന രീതിയിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ തന്നെ എടുത്താൽ 29 സീറ്റിൽ CPM അല്ലെങ്കിൽ LDF ജയിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ രാഷ്ട്രീയ പൊളിറ്റിക്കലി ഉള്ള വിജയമല്ല, അവിടെ വിജയം എന്ന് പറയുന്നത് വ്യക്തിബന്ധങ്ങൾ. ഇത് താഴെത്തട്ടിലുള്ള ആൾക്കാരുടെ വികാരമാണ്. അവിടെ പോലും CPM-ന് വൻ പരാജയമാണ്. കാര്യം പഞ്ചായത്തുകൾ ഇവർ കൈയടക്കി വെച്ചിട്ട് എത്രയോ നാളുകളായി. കാര്യം ഇവർക്ക് ഈ ഭരണത്തിലിരുന്ന് 10 കൊല്ലം കൊണ്ട്, ഈ 9.5-10 കൊല്ലം കൊണ്ട് ഇവരുടെ മിഷണറി എന്തായിരുന്നു? ഉദ്യോഗസ്ഥരാണ് ഇവിടെ ഭരിച്ചിരുന്നത്, രാഷ്ട്രീയ നേതൃത്വമല്ല ഇവിടെ ഭരിച്ചിരുന്നത്. അപ്പോൾ ഉദ്യോഗസ്ഥ ഭരണത്തിന്റെ കെടുകാര്യസ്ഥതയിൽ മുങ്ങിക്കുളിച്ച് ഇപ്പൊ സ്വർണ്ണക്കൊള്ള ഈ പറയുന്ന രീതിയിൽ ആഗോള അയ്യപ്പ സംഗമം നടത്തിയപ്പോഴാണ് ആ സ്വർണം പോയി എന്നുള്ള കാര്യം നമ്മൾ അറിയുന്നത്. ഭൂരിപക്ഷ വോട്ട് കിട്ടാനായുള്ള പിണറായി വിജയന്റെ തന്ത്രം. ഈ നവകേരള യാത്ര നടത്തി 2 ചെറുപ്പക്കാരെ, കോൺഗ്രസ്സുകാരായ ചെറുപ്പക്കാരെ തലങ്ങും വിലങ്ങും എടുത്തിട്ട് അടിച്ച പോലീസുകാരെ, ഒരു മുഖ്യമന്ത്രിയുടെ ശരീരഭാഷ, ആഗോള അയ്യപ്പ സംഘം, ഒരു മുഖ്യമന്ത്രിയുടെ ഭാഷ, നമ്മൾ അതാണ് ശരീരഭാഷ എന്ന് പറയുന്ന ഒരു വലിയ ഘടകമാണ്. ഇപ്പോഴാണല്ലോ അദ്ദേഹത്തിന്റെ ശരീരഭാഷയിൽ ഇത് വന്നത്. നമ്മൾ കണ്ടതാണ് ആശമാരുടെ സമരം, ഒരു കൂട്ടം സ്ത്രീകൾ നടത്തിയ ഒരു സമരമാണ്. ഇവിടെ ആശുപത്രികൾക്കുണ്ടായ വീഴ്ച, ആഭ്യന്തര വകുപ്പിന്റെ വീഴ്ച. അപ്പം നമ്മൾ ഇവർക്ക് മാത്രമേ ബുദ്ധിയുള്ളൂ, ഇവർ മാത്രമേ കാര്യങ്ങൾ ചെയ്യൂ, CPM-കാർക്ക് ബുദ്ധിയുള്ളൂ എന്നൊക്കെ കരുതുകയാണ്. ഇവർ വിചാരിച്ചത് അന്നത്തെ പോലെ കിറ്റും കൊടുത്ത് ആ പറഞ്ഞല്ലോ, കിറ്റ്, റേഷൻ കിറ്റും, അതുപോലെ പ്രളയവും നിപ്പയും മറ്റേ ഓക്കി ഇതൊക്കെ പറഞ്ഞ് ജയിക്കാന്നുള്ള ഒരു നടന്നു. ഇപ്പോ അവര് ചിന്തിക്കുന്നത് മറ്റെന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായി അതിലൂടെ ഒരു അതിജീവനം കാണിച്ച് തിരിച്ച്, കാരണം ഇനി ഭരണം വിട്ട് കഴിഞ്ഞാൽ ഇവർ ഒന്നുമല്ല എന്നുള്ളത് ഇവർക്ക് ബോധ്യമാണ്. ഇപ്പൊ PM ശ്രീ പദ്ധതിയുടെ കാര്യം പറഞ്ഞു.
അത് BJP-യുമായി കൈകോർത്ത് മുരളീധരൻ്റെ ആ ഒരു സ്റ്റേറ്റ്മെന്റ് ശരിക്കും നമുക്ക് ചിരിക്കും ചിന്തയ്ക്കും വക നൽകുന്നതാണ്. കാര്യം കാണാൻ വേണ്ടി നമ്മൾ മനസ്സിലാക്കാനുള്ളത് CPM എന്ന് പറയുന്ന പാർട്ടി, പിണറായി വിജയൻ എന്ന നേതാവ് വെറും സ്ട്രാറ്റജി കൊണ്ട് കളിക്കുന്നതാണ്. ഇപ്പൊ ജോസ് കെ മാണി നിങ്ങൾ നോക്കിക്കോളൂ, അത് മറ്റൊരു വിഷയമായി നമുക്ക് സംസാരിക്കാം. ജോസ് കെ മാണി LDF-ൽ, ഇനിയിപ്പോൾ LDF-ൽ മുന്നണികൾ പലതും കളമാറ്റി ചവിട്ടി തുടങ്ങും. കാര്യം കാറ്റ് മാറി വീശുന്നതനുസരിച്ച് അവർ കളം മാറ്റും, അത് ഉറപ്പാണ്. അല്ല, ഇന്നിപ്പോ രാവിലെ മീഡിയ വൺ ചാനലിൽ അങ്ങനെ ഇപ്പോൾ 2 മണിക്കൂർ മുമ്പ് ജോസ് കെ മാണിയോട് ചോദിച്ചപ്പോൾ വിജയിച്ച ഈ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച ഇടതുപക്ഷത്തിനും UDF-നും ആശംസകൾ, അവർക്ക് എല്ലാവിധ ആശംസകളും ഉണ്ടാകട്ടെ എന്നൊരു അങ്ങനെ പറഞ്ഞു ചാഞ്ചാടുന്ന രീതിയിൽ. ഇനിയിപ്പോ ചാഞ്ചാട്ടമൊക്കെ ഉണ്ടാവും. കാര്യം UDF-നെ സംബന്ധിച്ച് ഇത് VD സതീശന്റെ കൂടെ ഒരു വിജയമാണ്. 2, ഈ കഴിഞ്ഞ ഇലക്ഷൻ ദിവസം പിണറായിയിൽ അദ്ദേഹത്തിന്റെ ഗ്രാമപഞ്ചായത്തിൽ അദ്ദേഹം പിണറായി പഞ്ചായത്തിൽ വോട്ട് ചെയ്യാൻ വേണ്ടി വന്ന പിണറായി വിജയൻ രാഹുൽ മാങ്കൂട്ടം എന്ന ആ ഒരു ചെറുപ്പക്കാരനെ കൂടെ പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിനെ ഒരു കോൺഗ്രസ്സുകാരെ മൊത്തത്തിൽ സ്ത്രീലമ്പടന്മാരെന്ന് ആക്കിക്കൊണ്ടുള്ള ഒരു അദ്ദേഹത്തിന്റെ ഒരു പരാമർശം നടത്തി. അത് തന്നെ ഒരു രാഷ്ട്രീയ തന്ത്രമായിരുന്നു. അവിടെ നിന്നാണ് നമ്മൾ മനസ്സിലാക്കാനുള്ളത്, ഈ ഇലക്ഷനിൽ സ്വർണ്ണക്കൊള്ളയെ മൂടി വയ്ക്കാനായി ഒരു രാഹുൽ മാങ്കൂട്ടത്തിന്റെ സ്ത്രീ വിഷയം എപ്പോഴും CPM ഒരു ആയുധമാക്കാറുള്ളത്. അപ്പൊ ആ ആയുധവും പൊളിയുകയാണ്. ഇനി വരുന്ന 3 മാസം 2016 സോളാറായിരുന്നു. അതെ, ഇനി വരുന്ന 3 മാസം എങ്ങനെ ഭരണം തിരിച്ചു കൊണ്ടുവരാം എന്നുള്ളതിന്റെ ഒരു പഠനമായിരിക്കും ഇവർ നടത്താൻ പോകുന്നത്. ഭരണത്തിലില്ലെങ്കിൽ തങ്ങൾ ഒന്നുമല്ല, കറിവേപ്പിലയുടെ വില പോലും കേരളത്തിൽ കിട്ടില്ല എന്ന് പിണറായി വിജയനും അറിയാം, പിണറായി വിജയന്റെ കുടുംബത്തിനും അറിയാം, ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും അറിയാം. പിന്നെ അവർ ഇനി മറ്റൊരു മുഖത്തെ നേതാവായി ഉയർത്തി കാണിച്ചാലും അതിലും ഒന്നും നമ്മൾ വേറെ അതിശയിക്കേണ്ട കാര്യമില്ല. ഇത് പിണറായി വിജയന്റെ പരാജയമാണ്. കോൺഗ്രസിന്റെ വിജയം എന്നതിനേക്കാൾ ഉപരി പിണറായി വിജയൻ എന്ന നേതാവിന്റെ തോൽവിയാണ് കോൺഗ്രസിന്റെ വിജയമായിട്ട് ഇതിൽ നമുക്ക് കണക്കാക്കാൻ കഴിയുന്നത്. കോൺഗ്രസ് പോലും കരുതാത്ത രീതിയിൽ കോൺഗ്രസിന്റെ വൻ കോൺഗ്രസ് ശരിക്കും നെറ്റിയിരിക്കുന്ന ഈ വിജയത്തിൽ, കാരണം ഇത്രയും വിജയം പ്രതീക്ഷിച്ചില്ല. കാര്യം ജനം അത്ര കണ്ട് കൊല്ലം കോർപ്പറേഷൻ, പിന്നെ ഈ പറയുന്ന കോഴിക്കോട് കോർപ്പറേഷൻ, പിന്നെ തിരുവനന്തപുരത്ത് ഇത്രയും 20 കോഴിക്കോട് കോർപ്പറേഷനിൽ ഇപ്പോഴും നേരിയ മുൻതൂക്കം LDF-ലാണ് എങ്കിൽ പോലും ശക്തമായ പ്രതിപക്ഷമായിട്ട് 3-4 സീറ്റ് വ്യത്യാസമുള്ളൂ. അപ്പൊ ഇതിൽ മനസ്സിലാക്കാനുള്ള ഒരു ഏകാധിപത്യ ഭരണത്തിനെതിരെയുള്ള ഒരു ചരിത്രപരമായ വിധിയെഴുത്താണ്. കോഴിക്കോട് മുസാഫർ അഹമ്മദിനെയാണ് അവര് മേയർ സ്ഥാനാർത്ഥിയായിട്ട് ഉയർത്തി കാണിച്ചത് LDF. അയാൾ വരെയും തോറ്റു. തീർച്ചയായിട്ടും. അതായത് പിണറായി വിജയന്റെ ഇലക്ഷൻ സ്ട്രാറ്റജിയുടെ പരാജയം കൂടെ എന്നോട് കാണുന്നത്. പലയിടങ്ങളിൽ ത്രികോണ മത്സരമാണ് നടന്നത്. കോഴിക്കോട് വേറെ കാര്യങ്ങളുണ്ട്. മുഹമ്മദ് റിയാസ് അവിടെ ക്യാമ്പ് ചെയ്ത് പ്രവർത്തിക്കുകയായിരുന്നു. തീർച്ചയായിട്ടും. അതിന് 2-3 ആഴ്ചയായിട്ട് പിണറായി വിജയന്റെ മരുമോനാണ്, മാത്രമല്ല പൊതുമരാമത്ത് മന്ത്രിയാണ്. മുഹമ്മദ് റിയാസിന്റെ സ്വന്തം നാടാണ് കോഴിക്കോട്. ഇപ്പൊ ബേപ്പൂർ MLA ആണ്. അപ്പോൾ മുഹമ്മദ് റിയാസ് സ്വന്തം നാടായ കോഴിക്കോട് കഴിഞ്ഞ 2-3 ആഴ്ചയായിട്ട് ക്യാമ്പ് ചെയ്ത് പ്രവർത്തിച്ചിട്ടും വേണ്ട രീതിയിലുള്ള റിസൾട്ട് ഉണ്ടാക്കാൻ അപ്പൊ ഇവരൊക്കെ തന്നെ ഒരു വിഡ്ഢി സ്വർഗത്തിലാണ്. ഈ മന്ത്രി ശിവൻകുട്ടി പറഞ്ഞ 66 സീറ്റിന് തിരിച്ച് LDF അവിടെ തലസ്ഥാനം പിടിക്കുമെന്ന് പറഞ്ഞാൽ ശിവൻകുട്ടി വിഡ്ഢി സ്വർഗത്തിലാണോ ജീവിക്കുന്നത്? റിയാസ് വിഡ്ഢി സ്വർഗത്തിലാണോ ജീവിക്കുന്നത്? CPM നേതാക്കൾ ഇനിയെങ്കിലും അധികാരത്തിന്റെ തിമിരത്തിൽ തലമറന്ന് എണ്ണ തേക്കുക എന്ന് പറയും. നമ്മൾ തലയിൽ എണ്ണ തേക്കുമ്പോൾ ഒരു കണക്കിന് തലയിൽ എണ്ണ തേക്കുക. തലമറന്ന് എണ്ണ തേച്ചതിന്റെ ഫലമാണ് ഇന്ന് ഈ കാണുന്ന ഡ്രോബാക്ക് എന്ന് നമുക്ക് നിസ്സംശയം പറയാം. കോൺഗ്രസ് ഇനി അടുക്കും ചിട്ടയായ ഒരു പ്രവർത്തനത്തിലേക്ക് അവർ പോയാൽ അവർക്ക് ഇനി ഒരു നല്ല വിജയം, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ LDF കണക്ക് കൂട്ടിയ പോലെ ഒരു 99, 100, 110 സീറ്റിൽ, കാര്യം അവരുടെ നേതാക്കൾ ചെറുതായി ഒരു കടിഞ്ഞാണിട്ട് ഒരുമിച്ച് നിന്ന് അവർ കൊണ്ടുപോകുമെന്നുണ്ടെങ്കിൽ കോൺഗ്രസിന് വരുന്ന നിയമസഭയിൽ ഒരു വൻ വിജയം ഉണ്ടാകുമെന്ന് നമുക്ക് പ്രത്യേകിച്ച് പ്രതീക്ഷിക്കാം.